ഇന്ത്യൻ പ്രദേശം കയ്യേറിയിട്ടുണ്ട് എന്ന് നേപ്പാൾ ആദ്യമായി സമ്മതിക്കുകയാണ്. നേപ്പാൾ പാർലമെന്റിലാണ് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആദ്യമായി ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു എന്നുകൂടിയാണ്. ബൽറാം നെടുങ്ങാട് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, പറയൂ. ദില്ല, നേപ്പാൾ പ്രധാനമന്ത്രി നേപ്പാൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ചില ഇന്ത്യൻ പ്രദേശങ്ങൾ നേപ്പാൾ കയ്യേറിയിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രിയായ ശേഷം തനിക്ക് വിവരം ലഭിച്ചത് എന്നും തിരിച്ച് നേപ്പാൾ പ്രദേശങ്ങൾ ഇന്ത്യയും കയ്യേറിയിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ആദ്യമായാണ് നേപ്പാളിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഇന്ത്യൻ പ്രദേശങ്ങൾ നേപ്പാൾ കയ്യേറിയിട്ടുണ്ട് എന്നുള്ള ഒരു പരസ്യമായ ഔദ്യോഗികമായ ഒരു പ്രസ്താവന നടത്തുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ നേപ്പാൾ അതിർത്തി മേഖലയിൽ ചില തർക്കങ്ങൾ ഇരു വിഭാഗത്തെയും അതിർത്തി രക്ഷാസേനകൾ തമ്മിൽ ഉണ്ടാവുകയും തുടർന്ന് നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. നേപ്പാൾ പ്രധാനമന്ത്രി നേപ്പാൾ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നയതന്ത്ര ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ അതിർത്തിയിൽ സർവേ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും 95% പ്രശ്നങ്ങളും ഇതിനകം തന്നെ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നേരത്തെ ഇത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വന്ന ഘട്ടത്തിൽ ഇന്ത്യ അക്കാര്യം നിഷേധിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രദേശം നേപ്പാൾ കയ്യേറിയിട്ടില്ല എന്നായിരുന്നു അന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. കാലാപാനി, ലിപുലേഖ്, ലിംപിയാദുര എന്നീ മേഖലകൾ സംബന്ധിച്ചാണ് നിലവിൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഈ പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡിന്റെ ഭാഗമായുള്ള പ്രദേശങ്ങളാണ്. അതേസമയം നേപ്പാൾ പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചൈനയുമായും ഒപ്പം തന്നെ UK-യുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പ്രദേശം എന്നുള്ളത് ട്രൈ ജംഗ്ഷൻ, ഇന്ത്യ, നേപ്പാൾ, ടിബറ്റ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ചൈനയുമായി ഇക്കാര്യം സംസാരിച്ചു എന്നും കൂടാതെ ഈ പ്രശ്നം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരംഭിച്ച ചില തർക്കങ്ങളെ തുടർന്നാണ്, അതുകൊണ്ട് UK-യുമായി സംസാരിച്ചു എന്നുമാണ് അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.